രമേശ് ചെന്നിത്തലയെ പിന്തുണച്ച് വെള്ളാപ്പള്ളി നടേശൻ കോൺഗ്രസിൽ മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും യോഗ്യൻ രമേശ് ചെന്നിത്തലയാണെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞു. പ്രതിപക്ഷ നേതാവിനേക്കാൾ യോഗ്യൻ രമേശ് ചെന്നിത്തലയാണെന്നും കോൺഗ്രസിൽ 5 പേർ താക്കോലിനായി നടക്കുകയാണെന്നും വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തു. രമേശ് മാന്യനാണ്, നല്ലവനാണ്, വിശാല മനസ്ഥിതിയുള്ളവരാണ്, മനുഷ്യരോട് കുറേ കൂടെ എല്ലാം സൗഹൃദമായി പെരുമാറുന്ന ഒരാളാണ്. പ്രതിപക്ഷ നേതാവിനെ കൂട്ട് ഇടാപാടാ പറഞ്ഞ് ആളുകളെ വെറുപ്പ് വിലയ്ക്ക് മേടിക്കുന്ന രൂപത്തിലുള്ള വാക്കുകൾ പ്രയോഗിക്കുന്ന ആളല്ല. മുഖ്യമന്ത്രിയെ കാണിക്കാനുള്ള എല്ലാ യോഗ്യതയും പ്രവർത്തന പാരമ്പര്യവും അതോടൊപ്പം തന്നെ ഇത്തരം ദീർഘമായ പാരമ്പര്യം കോൺഗ്രസിനകത്ത് ഉറപ്പിച്ചു നിന്ന് പ്രവർത്തിച്ച ഒരാൾ, എത്രയോ ചെറുപ്പത്തിലെ ഉന്നത നിലയിൽ ഉയർന്നു വന്നിട്ടുള്ള ഒരു നേതാവ്. അദ്ദേഹത്തിന് മുഖ്യമന്ത്രി പദത്തിലേക്ക് ഉയരാനോ അത് നയിക്കാനോ മറ്റാരേക്കാളും മെച്ചപ്പെട്ട ഒരു കഴിവും ശേഷിയും ചേമുഷിയും അദ്ദേഹത്തിനുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഷാജഹാൻ ചേരുന്നു. ഷാജഹാൻ, ഇപ്പോൾ ഈ കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ച ഉയർന്നു വരാനുള്ള സാഹചര്യം എന്താണ്? ഏത് സാഹചര്യത്തിലാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി ഇക്കാര്യം സംബന്ധിച്ച് പ്രസ്താവന നടത്തിയത്? ഏതാണ്ട് അല്പസമയം മുൻപാണ് വെള്ളാപ്പള്ളി നടേശനെ മാധ്യമങ്ങൾ കണ്ടത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം NSSുമായിട്ട് രമേശ് ചെന്നിത്തല ചർച്ച നടത്തി അവരുടെ പിണക്കം പരിഹരിച്ചിരുന്നു. ഇത്തരം വാർത്തകൾ പുറത്തു വന്നിരുന്നു. അതിനുശേഷം ഇപ്പോൾ ചങ്ങനാശ്ശേരിയിൽ പോയി NSS നേതൃത്വവുമായി സംസാരിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ SNDP നേതൃത്വവും രമേശ് ചെന്നിത്തലയെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. വൈക്കത്ത് നിന്നും അടുത്ത ദിവസം ആരംഭിക്കുന്ന 28-ന് ആരംഭിക്കുന്ന ശിവഗിരി തീർത്ഥയാത്രയ്ക്ക് അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനാണ് രമേശ് ചെന്നിത്തല എത്തിച്ചേരുന്നത്. ഇക്കാര്യങ്ങളാണ് പ്രധാനമായിട്ടും മാധ്യമങ്ങൾ വെള്ളാപ്പള്ളിയോട് ചോദിച്ചത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസിൽ മുഖ്യമന്ത്രിയാകാൻ യോഗ്യൻ രമേശ് ചെന്നിത്തല തന്നെയാണ്. പ്രതിപക്ഷ നേതാവ് വെറുപ്പ് സമ്പാദിക്കുന്നതിന് വേണ്ടി മാത്രം സംസാരിക്കുന്നയാളാണ്. അതോടൊപ്പം തന്നെ KC വേണുഗോപാൽ ചില മത നേതാക്കളുമായിട്ട് കോൺഗ്രസിനുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവസരമുണ്ടായിട്ടും അത് പരിഹരിക്കാൻ ശ്രമിക്കാതെ ആ പ്രശ്നങ്ങൾ നിലനിർത്തിക്കൊണ്ടു പോകാൻ ശ്രമിച്ച ആളാണ്. അതായത് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ശ്രമിക്കുന്ന ആളാണ് KC വേണുഗോപാൽ എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്. എന്തായാലും രമേശ് ചെന്നിത്തലയെ പിന്തുണച്ച് SNDP നേതൃത്വവും അല്ലെങ്കിൽ ജനറൽ സെക്രട്ടറിയും രംഗത്ത് വന്നതോടുകൂടി സമുദായ നേതാക്കളുമായിട്ടുള്ള തങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിച്ചു. വ്യക്തിപരമായിട്ട് കോൺഗ്രസ് എന്നതിലുപരി വ്യക്തിപരമായിട്ട് SNDP നേതൃത്വവുമായിട്ട് അടുത്ത ബന്ധം പുലർത്തുന്ന ആളാണ് രമേശ് ചെന്നിത്തല എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരിക്കുന്നത്. ഇതിലൂടെ നമ്മളിപ്പോൾ തിരിച്ചറിയേണ്ടത് NSSും SNDPയും ഇപ്പോൾ പൂർണ്ണ പിന്തുണയുമായിട്ട് രമേശ് ചെന്നിത്തലയോടൊപ്പമുണ്ട്. അതോടൊപ്പം തന്നെ ലീഗും, നമുക്കറിയാം, കുഞ്ഞാലിക്കുട്ടിയുമായിട്ടും അടുത്ത ബന്ധമാണ് രമേശ് ചെന്നിത്തലയ്ക്കുള്ളത്. ഇത്തരത്തിൽ രമേശ് ചെന്നിത്തലയെ ഒതുക്കാൻ ശ്രമിക്കുന്നവർക്ക് ഒരു മുന്നറിയിപ്പായിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള മത നേതാക്കൾ അല്ലെങ്കിൽ സാമുദായിക നേതാക്കളുടെ ഭാഗത്തു നിന്നുള്ള സ്വീകാര്യതയും ഉയർന്നു വരുന്നത്. എന്തായാലും മുഖ്യമന്ത്രിയാകാൻ യോഗ്യൻ രമേശ് ചെന്നിത്തല തന്നെയാണ് എന്നുള്ളത് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്കാണ് SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മറുപടിയായിട്ട് തന്നത്. താക്കോൽ സ്ഥാനത്തിന് വേണ്ടി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാകുന്നതിന് വേണ്ടിയിട്ട് കോൺഗ്രസിൽ തന്നെ 5 പേരാണ് ഇപ്പോൾ ഉള്ളത്. അതിൽ യോഗ്യൻ എന്തായാലും പരിചയ സമ്പത്ത് കൊണ്ട് രമേശ് ചെന്നിത്തല തന്നെയാണ് മുഖ്യമന്ത്രിയാകാൻ യോഗ്യൻ എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്. ഷാജഹാൻ, ഇനി ഇപ്പോൾ നാളെ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്ന സാഹചര്യമൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇതിലൊക്കെ ഒരു വ്യക്തിപരമായ ചില താല്പര്യങ്ങൾ അല്ലെങ്കിൽ വ്യക്തിപരമായ വിദ്വേഷങ്ങൾ ഒക്കെ ഈ കാര്യങ്ങളിൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് കൂടി ചേർത്ത് വായിക്കേണ്ടതല്ലേ? അതായത് ഇപ്പോൾ NSSൻ്റെ പരിപാടിക്ക് രമേശ് ചെന്നിത്തലയെ ക്ഷണിക്കുന്നു, അതിന് പിന്നാലെ SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി രമേശ് ചെന്നിത്തലയെ പിന്തുണയ്ക്കുന്നു. ഇവർക്കൊക്കെ വ്യക്തിപരമായി രമേശ് ചെന്നിത്തലയുമായുള്ള ഒരു അടുപ്പമായിരിക്കില്ല ഇത്തരം ചില നീക്കങ്ങൾക്ക് കാരണം? രാഷ്ട്രീയമായി ഇതിന് വല്ല പ്രസക്തിയുമുണ്ടോ? തീർച്ചയായിട്ടും നമുക്കറിയാം, സംഘടനാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങളൊക്കെ തന്നെ കോൺഗ്രസിനുള്ളിൽ ഉയർന്നു വരുന്ന സാഹചര്യത്തിലാണ് കോൺഗ്രസിലെ തന്നെ നിലവിലെ മുതിർന്ന നേതാവ് കൂടിയായിട്ടുള്ള അല്ലെങ്കിൽ കോൺഗ്രസിലെ പൊതുവെ സ്വീകാര്യനായിട്ടുള്ള നേതാവായിട്ടുള്ള രമേശ് ചെന്നിത്തലയെ പിന്തുണച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള സാമുദായിക നേതാക്കൾ കൂടി രംഗത്ത് വന്നിരിക്കുന്നത്. ഷമി, നമുക്കറിയാം, കോൺഗ്രസിൽ പല സ്ഥലങ്ങളിലും
പല ഘട്ടങ്ങളിലും രമേശ് ചെന്നിത്തല ഒതുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ നടന്നു. അത് കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ നമുക്കറിയാവുന്നതാണ്. ഒരു ഘട്ടത്തിൽ രമേശ് ചെന്നിത്തലയെ മഹാരാഷ്ട്രയുടെ ചുമതലക്കാരനായിട്ട് അയക്കുക കൂടി ചെയ്തു. അതിൽ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് ചുമതല നൽകി അയച്ചതിന് പിന്നാലെ ചില ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. അവിടെ എന്തായാലും കോൺഗ്രസ് തോറ്റുപോകുമെന്നുള്ള ഉറപ്പായിരുന്നു. അത് രമേശ് ചെന്നിത്തലയുടെ തലയിൽ കെട്ടിവെക്കുക എന്നുള്ളതായിരുന്നു ചിലരുടെ ഉദ്ദേശം എന്നുകൂടി വെള്ളാപ്പള്ളി നടേശൻ പറയുകയാണ്. ഇത്തരത്തിൽ പൂർണ്ണമായിട്ടും കോൺഗ്രസിലെ ഒരു നേതാവ് എന്നുള്ള നിലയിൽ രമേശ് ചെന്നിത്തല തന്നെ വരണം എന്നാഗ്രഹിക്കുന്നവരാണ് തങ്ങളെന്നിപ്പോൾ സാമുദായിക നേതാക്കൾ കൂടി പറഞ്ഞു വെക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ പൊതുവിൽ കോൺഗ്രസിലെ ഒരു സ്വീകാര്യനായ നേതാവ് രമേശ് ചെന്നിത്തല എന്നുള്ളൊരു ചർച്ചയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. തീർച്ചയായും ഷാജഹാൻ, SNDP യോഗം ജനറൽ സെക്രട്ടറി തൻ്റെ നിലപാട് കോൺഗ്രസ് നേതാക്കളെ സംബന്ധിച്ച് പറഞ്ഞു. വിശദാംശങ്ങൾ നൽകിയത് ഷാജഹാൻ.